എന്താ പേരെന്തോ? എന്റെ ഷിംന. ഷിംന, എവിടെയുണ്ട് സ്ഥാപനം? നമ്മുടേത് നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ് ശാന്തിതീരം അനാഥാലയം. പന്തളം ഇടപ്പോണാണ് സ്ഥാപനം. നമുക്കിവിടെ ടോട്ടലി 60 അമ്മമാരും ഉണ്ട്, പിന്നെ അച്ഛന്മാരും കൂടി ചേർന്ന് മൊത്തത്തിൽ 140 പേരോളം അന്തേവാസികളുണ്ട്. നമുക്ക് അവരുടെ ഭക്ഷണത്തിനെയും മെഡിസിനും ഡയപ്പറിനെയും ബുദ്ധിമുട്ട് കൊണ്ട് അവിടുത്തെ അമ്മമാരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ശാന്തിതീരത്തിൽ അമ്മമാരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഫൗണ്ടേഷൻ അണ്ടറിലൂടെ വിറ്റഴിക്കുന്നു. അതിലൂടെ കിട്ടുന്ന വരുമാനം അവരുടെ ആഹാരത്തിനും മെഡിസിനും ഡയപ്പറിനും വേണ്ടി. അപ്പൊ ഇത് ഇപ്പം എത്ര വർഷമായിട്ട് നിങ്ങൾ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഞങ്ങള് ഇപ്പം ഏകദേശം ഒരു 10 വർഷം കൊണ്ട് സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്നു. 1 വർഷം? 10 വർഷം. ഈ അനാഥാലയത്തിൽ എത്ര അമ്മമാരാണ് ഇത് ചെയ്യുന്നത്? അമ്മമാരെന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന അമ്മമാരെ കൊണ്ട് മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. അതായത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല, അവർക്ക് ഒരു വിശ്രമ വേളയില് അവരുടേതായ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം ചെയ്യിപ്പിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവിടെ സ്ഥാപനം നടത്തുന്ന ഡയറക്ടറുണ്ട്, ആര്യ ബി കടമ്പട്ട എന്ന പുള്ളിക്കാരുടെ പേര് MSW ആണ്. പിന്നെ അതിന്റെ മദറുണ്ട് ബീജ, പിന്നെ സാറുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പിന്നെ ആ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഈ വിൽക്കുന്ന പ്രോഡക്റ്റ് അവർക്ക് ഭക്ഷണത്തിനും മെഡിസിനും ഡയപ്പറിനും അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ വിനിയോഗിക്കുന്നതാണ്. നമുക്ക് പോലീസ് സ്റ്റേഷൻ മുഖേന കൊണ്ടുവരുന്ന അച്ഛനമ്മമാര് മാത്രമേ ഉള്ളൂ. അവരിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പിന്നെ ആരോഗ്യം നല്ല ശരിക്കും ആരോഗ്യമുള്ള അമ്മമാരെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പറ്റുന്ന പ്രാപ്തമായ അമ്മമാരെ കൊണ്ട് മാത്രമേ നമ്മളിത് ചെയ്യിക്കത്തുള്ളൂ. എന്ന് കരുതി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പിന്നെ പ്രോഡക്റ്റ് വിറ്റഴിക്കുമല്ല. എന്ന് വെച്ചാൽ ഒരു കൈസഹായം, അങ്ങനെ മാത്രം. നിങ്ങളിത് ഒരു പിന്നെ ലോഷൻ എന്ത് വില ചെയ്താക്കണേ? നമ്മള് ഫ്ലോർ ക്ലീനർ സാധാരണ ഷോപ്പിൽ നമ്മൾ വാങ്ങുമ്പോൾ 30 രൂപ 25 രൂപയാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് 75 രൂപയ്ക്കാണ്. അതെന്താ അങ്ങനെ? നമുക്ക് അവർക്ക് ഭക്ഷണത്തിനായതുകൊണ്ട് മാത്രം, ഭക്ഷണത്തിന്റെ ആയതുകൊണ്ട് മാത്രം നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കൊരു ഡയപ്പർ പാമ്പേഴ്സ് ഡയപ്പർ വാങ്ങണമെങ്കിൽ തന്നെയും 500 രൂപയാണ് ഏകദേശം ഒരു ഡയപ്പറിന്റെ വില. അപ്പൊ ഒരു പാക്കറ്റ് ഡയപ്പർ കൊണ്ട് കിടക്കുന്ന കിടപ്പ് രോഗികളെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെയും കൂടെ നോക്കിയിട്ടാണ്, മൂല്യം കൂടെ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കിട്ടുന്നത് ഇത് എത്ര നമുക്ക് വിറ്റഴിക്കുന്നോ അത്രയും രൂപയും അവർക്ക് അവരുടെ ആക്ടിവിറ്റീസിന് മാത്രം എടുക്കും. അപ്പൊ വേറെ നിങ്ങൾക്ക് വേറെ പിന്നെ വരുമാനം വല്ലതും ഉണ്ടോ? നമുക്ക് അവിടെ മറ്റു വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോൺസേഴ്സുമാര് കുറവാണ്. പിന്നെ നമുക്ക് ഈ ബർത്ത്ഡേ, ഹൗസ് വാമിങ്, വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള ടൈമുകളിൽ വരുന്ന ഫുഡ് സ്പോൺസേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ സ്പോൺസർമാരെ കിട്ടി നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലല്ല. ഈ വിറ്റഴിക്കുന്നതിലൂടെ അവർക്കത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമുക്കത് കൊടുക്കാൻ പറ്റും. ആ സ്ഥാപനത്തിൽ എത്ര അമ്മമാർ ഇപ്പം നിലവിലുണ്ട്? ഇപ്പം നിലവിൽ 60 പേര്. 60. അപ്പൊ പ്രായം കൂടിയ ആൾക്കാരോട് അമ്മമാര് തന്നെയാണ്, നല്ല ഏജ് ഓവറുള്ള അമ്മമാര് തന്നെയാണ്. ആണല്ലേ?
അമ്മമാരെ പിന്നെ അവര് പിന്നെ വീടുകളിൽ ബന്ധുക്കൾ പിന്നെ വേണ്ടാണ്ട് കൊണ്ടാക്കുന്നതാണ്. അല്ലല്ല, വീടുകളിൽ നിന്ന് കൊണ്ടാക്കുന്ന ഒരാൾ പോലും ഇല്ല. പിന്നെ എല്ലാം പോലീസ് സ്റ്റേഷൻ മുഖേനയും റോഡ് നീളെ തിരിഞ്ഞ് അങ്ങനെയുള്ളവരെ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന്റെ വാർഡ് മെമ്പറുടെ കത്തോ പഞ്ചായത്തിന്റെ കത്തോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ അമ്മമാരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഫൗണ്ടേഷൻ അണ്ടറിലാണ് നിൽക്കുന്നത്, ശാന്തിതീരത്തിന് അണ്ടറിലല്ല. നന്മ ചാരിറ്റബിൾ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അണ്ടറിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അതായത് ഈ വിറ്റഴിക്കുന്ന പ്രോഡക്റ്റ് ശാന്തിതീരത്തിലെ അമ്മമാർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അങ്ങനെയല്ലേ? അപ്പൊ നമ്മള് പിന്നെ അവർക്ക് ഇപ്പം ഈ പ്രായമായ അമ്മമാർക്ക് ചികിത്സാ സഹായങ്ങളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ അവിടുത്തെ ഒരു ആരോഗ്യവകുപ്പ് മുഖേന നമുക്ക് മാസത്തിൽ ഒരു വട്ടം ഡോക്ടർ വരുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവരുടെ കാര്യങ്ങളെല്ലാം ബോഡി പ്രശ്നങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലുള്ള ഹോസ്പിറ്റലുകളിലും നമ്മൾ ബന്ധപ്പെട്ട് അതിനുവേണ്ട ശുശ്രൂഷകളെല്ലാം അവർക്ക് നൽകുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിൽ തന്നെ അവരെ അവിടെ നോക്കുന്നുണ്ട്. താങ്ക് യു. പിള്ളേരെ ഓടി കളിക്കുന്ന പിള്ളേരെ കളിക്കുന്ന കുറെ നാളിൽ ബീച്ചിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. നമ്മളെ ഓരോ ദിവസവും അധികാരികളുടെ കാലിന് മുട്ടുമാണ്. ഇപ്പോൾ നമുക്ക് കാണാം, കൊച്ചു പിള്ളേരെ കളിക്കുന്നില്ലേ മണ്ണിൽ. ഈ കാലമായി മണൽപ്പരപ്പിൽ പിള്ളേർ കണ്ടിട്ട് വരുമ്പോൾ കിട്ടുന്നത് മാലിന്യമാണ്. ഇത് കഴിഞ്ഞ 9-ാം തീയതി രാത്രി വെട്ടിമൂടിയ മാലിന്യമാണ് ഇവിടെ കാണുന്നത്. 9-ാം തീയതി രാത്രി ഇതെല്ലാം കുറച്ചൊക്കെ എടുത്ത് മാറ്റി. അപ്പം ഇത് ഇവിടുത്തെ ഈ കാർണിവലുമായി ബന്ധപ്പെട്ട താൽക്കാലിക ഫുഡ് സ്റ്റാളുകളുണ്ട്. ഈ ഫുഡ് സ്റ്റാളുകളിൽ നിന്നും രാത്രി അസമയം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് കുടിച്ചു മൂടുന്നവരാണ്. ഇത് പല പ്രാവശ്യം എല്ലാ വർഷവും കാർണിവൽ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും കണക്കിന് മാലിന്യങ്ങൾ ഉപേക്ഷിച്ച് പോകും. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടതുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് വാങ്ങിയിട്ട് മാലിന്യങ്ങൾ മാറ്റി കഴിയുമ്പോഴത്തേക്കാൾ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ ഫുഡ് വേസ്റ്റുകൾ രാത്രി ഇതുപോലെ പല സ്ഥലങ്ങളിലും കുടിച്ചു മൂടുക. നമ്മൾ കണ്ടിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ വാങ്ങി കളിച്ചു കഴിയുമ്പോഴത്തേക്കും കയ്യിൽ വരുന്ന ഈ സാധനമാണ്. ചോദിക്കാനും പറയാനൊരു ആളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബീച്ചിനെ സുന്ദരമായി മനോഹരമായി ബീച്ചിനെ അതിൻ്റെ തനിമയോടുകൂടി തിരികെ വേണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. നമ്മൾ ബീച്ച് സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ്. നാളെ നമ്മൾ കളക്ടർക്ക് കത്ത് കൊടുക്കും. മറ്റെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ജനകീയ പ്രതിരോധം തീർക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ആരംഭിക്കാൻ സമയം തെറ്റാകരണമായി കണ്ടവർ മണിക്കൂറാതെ വീണ്ടും വീണ്ടും കാണുകയാണ്. ശരീരത്തിലെ പല അണുബാധകൾ നന്നായിട്ട് കയറിക്ക് വന്നു കേട്ടോ. ആൾക്കാർക്ക് നല്ല കാര്യമൊന്നും ഇഷ്ടമല്ല, നെഗറ്റീവ് സാധനങ്ങൾ.